എന്തൊരു സുഗന്ധം. കുളിക്കാത്തിന് ദ്രോറാക്കണ്ട. അയ്യോ എന്തോരം സുഗന്ധം. താങ്ക് യു. നിനക്ക് വേണ്ടി ബാക്കിയുള്ളവരുടെ കാല് പിടിച്ച് തെറിഞ്ഞിട്ട് എന്റെ ബി.പി പിടിവിട്ടിരിക്കുക. അത് മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഇത്രക്കല്ലേ പറ്റൂ. താങ്ക് യു. താങ്ക് യു സർ. രാമച്ച യൂസ് ചെയ്യാറില്ല. യു ഹാവ് ടു ട്രൈ ഇറ്റ്. നിന്റെ ആക്രാന്തം ഇനി മതിയായിട്ടില്ലേ? വക്കച്ചൻ ചോദിച്ചില്ലേ എന്താ ലേറ്റ് ആയെന്ന്? അതെ അവള് കാരണം. താങ്ക് യു. എവിടെ തന്റെ ക്യാമറമാനും ക്രൂവും? ആ കിളവൻ തട്ടിപ്പോയോ? ഒരു ഫ്രണ്ടിന്റെ ടിവി ഷോനെ ആങ്കറെ റിപ്ലേസ് ചെയ്താ വലിയ മണ്ടത്തരായി പോയി. Hey guys, do you know each other? Oh yes. Not really. Okay. Anand, meet Adira Menon, one of the top beauty stylists in Bangalore. Nice to meet you. My pleasure. She's the consultant for the salon, yeah? Oh, cool. You must be knowing him, the famous Anand Abraham. Of course. One sec, excuse Yeah, me. no No problem. Hello, Joby speaking. How can I help? Yeah, I'm coming. Hey, Come, Alex, how are let's you go. doing, man? Okay. I am Walter. Hey, I'm a big fan of yours. thanks man. എടുത്തോട്ടെ. എന്ത്? സെൽഫിയുടെ കുട്ട. ബാ ബാ. സ്മൈൽ. അല്ല റെമ്യൂണറേഷൻ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് ഡിസ്കസ് ചമ്പി. എന്താ മസില്. ജിമ്മി പോവാറുണ്ടോ? സ്മൈൽ. കം ക്ലോസ്. ഞാൻ ജിമ്മിലൊന്നും പോറില്ല. What man? പടവും കിട്ടി പിടിയും കിട്ടി. ജ്യൂസ്. താങ്ക്സ്. ഒരു കോഫി ആയാലോ? എനിക്ക് റമ്മ ഇഷ്ടം. ഓ റം. എനിക്കും അതാ ഇഷ്ടം. പക്ഷെ എനിക്ക് ഉയരലാണെങ്കിലേ ഇഷ്ടം. ഓ അമ്മ എവിടെ? വീണ്ടും വട്ട് തുടങ്ങിയെന്നാ തോന്നേ. എന്തു പറ്റി? പുലർച്ചെ തുടങ്ങിയതാണ് ചളിയായിട്ടുള്ള യുദ്ധം. പിന്നെ ഉണ്ടാക്കി വെച്ച ഇഡ്ലിയൊക്കെ കല്ലായി. ഇനി അതെടുത്ത് കൊത്തുവാവോ? വാ നീ. ആ എത്തിയോ? Okay. ഓക്കെ ഓക്കെ. നീ നോക്ക് എങ്ങനെയുണ്ട്. നീ ആലോചിച്ചില്ലാത്ത അർത്ഥമൊന്നും ഉണ്ടാക്കണ്ട. ഹോ എന്താ കാര്യം? ഇതിനൊക്കെ ഇപ്പൊ ഞാൻ എന്താ പറയാ? അതിന് കുറച്ച് ഇവോൾഡ് ആർട്ടിസ്റ്റിക് സെൻസ് വേണം. അതെങ്ങനെ? അച്ഛൻ്റെ മോളല്ലേ? സെൻസ് മാത്രം പോരാ, അത്യാവശ്യം നല്ല വട്ടും വേണം അല്ലേ? അച്ഛനും ഞാനും നോർമലായി പോയെന്ന് ഞങ്ങളെ കുറ്റം പറയണ്ട. ഇത് ഞാൻ പ്രതീക്ഷിച്ചു. നീ വന്നപ്പോഴാ നല്ല വിശപ്പുണ്ടെന്ന് ഓർത്തെ. അതിരാവിലെ തുടങ്ങിയതാ. ആ മീനമ്മ എന്നെ നല്ലോണം ചീത്ത പറയും. നാളെയല്ലേ ആ വാണിയുടെ കല്യാണം? പോയിട്ടെപ്പോ വരും? 1-2 ദിവസം. വാ. കം. ബീഫ് തിന്നുന്ന നസ്രാണി ചെക്കൻ കെട്ടുന്നത് പച്ചക്കറി ഗുജറാത്തി പെണ്ണിനെ. ഒരു സൈഡില് പൂരി ബാജി, ഒരു സൈഡില് കപ്പയും ബീഫും. ഇതെങ്ങനെ സംഭവിച്ചു? അതിലെന്തത്ര കാര്യം? മുടിഞ്ഞ പ്രേമം. എനിക്കൊരിക്കലും മനസ്സിലാവില്ല ഈ പ്രേമം മൂത്ത് ഓരോന്ന് കാണിക്കുന്നത്. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പക്ഷെ ചിലപ്പോ സം പീപ്പിൾ ഹു ഫൈൻഡ് ഇറ്റ് ഡോണ്ട് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. 32 വയസ്സായി. ഇനി എപ്പ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവാനാ? അതിന് കുട്ടികളുണ്ടാവാൻ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല മിനി. കേട്ടോ ചേച്ചി, എന്താ ഈ കുട്ടിയോട് പറയാ? ഒന്നും പറയണ്ട, ആ കാലം കുറച്ച് വിളമ്പോ. കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാവേ. ഇപ്പത്തെ പെൺകുട്ടികൾക്ക് ഒരു നാണമില്ലേ? പിന്നെ നാണം കൂടിയത് കൊണ്ടല്ലേ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് മിഡ് നൈറ്റ് മസാല കാണുന്നത്. മതി മതി. എന്തൊക്കെ ഈ കുട്ടി പറയണത്? എനിക്ക് വേറെ പണിയുണ്ടേ. ചെല്ലു ചെല്ലു. മതി മോളെ മതി. ഞാൻ കണ്ടു നീ അവനെ നോക്കുന്ന നോട്ടം. എന്ത് നോട്ടം? നല്ല ആർത്തിയുള്ള പെണ്ണുങ്ങളെ കോഴിക്കോട് അങ്ങാടിയിലെ ഹലുവ നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ? അതുപോലെയുണ്ട് നിന്റെ നോട്ടം. പൊടി. സോറി.
എക്സ്ക്യൂസ് മീ, യെസ്. തുറക്കാൻ കിട്ടുന്നില്ല. ഓക്കെ, ലെറ്റ് മീ ട്രൈ. താങ്ക് യു. ഒരു കോഫി ആയാലോ? ഇല്ല, റം. അതല്ലേ തനിക്കിഷ്ടം. സ്റ്റുപ്പിഡ്. കോഫി ആണെങ്കിൽ വന്നാൽ മതി. Sorry to keep you waiting. Coffee time? ഓക്കെ. Stop staring. എന്തേ? ഞാൻ കോൺഷ്യസ് ആവും. I know I'm a little overweight. ഞങ്ങൾ പാലാക്കാരനച്ചാന്മാർക്ക് നത്തോലി ഫ്രൈക്കാളും ബീഫ് ഒലത്തിയതാ ഇഷ്ടം. ലെറ്റ് മീ ടെൽ യു സംതിങ്. പറ. തനിക്കറിയോ, ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഈ കമ്മിറ്റ്മെൻറ്റ്, പ്രേമം, കല്യാണം, ഇതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ, ദാറ്റ്സ് ഇറ്റ്. ഈ ഡയലോഗാണോ എല്ലാവരോടും പറയാ? ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ് അബൌട്ട് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നെ അത് വിചാരിച്ച് പ്രേമമൂത്ത് ഞാൻ തന്നോട് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറയില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. താൻ എൻ്റെ ടൈപ്പും അല്ല. അനന്ത് ഏബ്രഹാം, ഒരു കാര്യം, അയ്യാ. പോകുമ്പോഴേ ആ ഡോറൊന്ന് അടയ്ക്കണം. ഓ. ഒരു ദിവസം ഒറ്റയ്ക്കാക്കിപ്പോയാ അപ്പം തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണല്ലേ? അല്ല, പാതിരാത്രി ആരെങ്കിലും ഏണിയിൽ വലിഞ്ഞു കയറി സീലിങ്ങിന് പെയിന്റ് അടിക്കോ? പെയിന്റ് അടിക്കാർക്ക് കൂടി ഉണ്ടാവില്ലേ ഈ ആത്മാർത്ഥത? അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വേദന ഉണ്ടോ? അധികം സംസാരിക്കണ്ട, മരുന്ന് കഴിച്ചതല്ലേ, ക്ഷീണം കാണും. നീ ഒന്ന് നോക്ക്, എന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ശരി, ഞാൻ നോക്കിയിട്ട് വരാം. ഹായ് മോളു. ഹായ് ഡാഡ്. സീരിയസ് ഒന്നുമല്ലല്ലോ? ഏയ്, മീനമ്മ വിളിച്ചപ്പോൾ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു. കം. എന്താ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണോ? ഏയ്, നിന്റെ അമ്മ ഇപ്പൊ ആര് പറഞ്ഞാലും അനുസരിക്കുക. അതൊക്കെ വിട് നീ. സീ വാട്ട് ഐ ഹാവ് ബ്രോട്ട് യു. ബെൽജിയത്ത് വാങ്ങിയതാ. യു ലൈക്ക് ഇറ്റ്? അമ്മയ്ക്കാണോ? നിനക്കറിയാലോ ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്ന്. ഓ, അതുകൊണ്ടാണല്ലോ 28 വർഷമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണേ, ഒരു ഡിവോഴ്സ് പോലും ഇല്ലാതെ. അതേ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ അറിഞ്ഞില്ല. അമ്മയെ കണ്ടോ? അല്ല, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാം. ഓക്കെ മിസ്റ്റർ നരേന്ദ്രൻ, മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ബൈ ഡാഡ്. ഓക്കെ, ബൈ. യു ടേക്ക് Bye. കെയർ. യാ, ബൈ. അച്ഛൻ വന്നിരുന്നു. ഞാൻ കണ്ടു. അതെനിക്ക് അമ്മേനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാനും കണ്ടേ. രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോവോ? ഇതിപ്പോ എത്രാമത്തെയാ? എണ്ണൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. നീ ഇങ്ങനെ ഓരോ ട്രോഫികൾ വാങ്ങിക്കൂട്ടിക്കോ. ആവശ്യത്തിലധികമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയാ നമ്മൾ ഓർക്കണേ. നോ ചാൻസ്. കിടു. Okay, done. Take rest for some time. How's it going? Yeah, good. Hey, see the clicks. I like this. It's super. I like it too. Little better. സഞ്ജു, Mm. സഞ്ജു, Mm. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു, I'm pregnant. What? ഞാൻ pregnant ആണ്. നീ എന്താ ആളെ കളിയാക്ക? ഈ ബർഗർ കഴിക്കുന്നെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നേ. പിന്നെ ഞാൻ ഇവിടെ നിലവിളിച്ച് ബളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന്? സഞ്ജു, യു ഫിനിഷ് ദ ഷൂട്ട്. നമുക്കൊരു ഇടം വരെ പോണം. So, congratulations, Adra.
യു പ്രഗ്നന്റ്. ഓക്കെ. ഓക്കെയോ? എന്തൊക്കെ? ഞാൻ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ്. ഞാൻ വിചാരിച്ചു സെക്സിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഘവത്തിലാണല്ലോ. പിറ്റേ ദിവസം എൻ്റെ അമ്മ ഒന്ന് വീണു, കൈ ഒടിഞ്ഞു. അമ്മേനെ നോക്കുന്ന തിരക്കിൽ ഞാൻ ആ പില്ല് കഴിക്കാൻ മറന്നു. എപ്പോഴാ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഐ ഹാവ് നോട്ട് ഈവൻ ടോൾഡ് ഹിം. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. യു ആർ 32. കല്യാണം കഴിക്കുകയാണെങ്കിൽ യു ക്യാൻ കീപ് ദ ബേബി. അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അബോർട്ട് ചെയ്യാനാണോ ഉദ്ദേശം? വെൽ, ആതിരയ്ക്കിപ്പോൾ 1.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ പ്രൊസീജിയറൊന്നും വേണ്ട. ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. ഇത് രാത്രി കഴിച്ചാൽ മതി. 2 ദിവസം നല്ല പെയിൻ ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. താങ്ക്സ്. ആതിര, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയൊക്കെ ഒപ്പിച്ചെന്ന്. എത്ര വലിയ ഫ്രണ്ട് ആച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. എന്നാ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇല്ല. ഇല്ലേ? എന്തില്ലാന്ന്? നീ നിന്റെ വെപ്രാളം ഒന്ന് നിർത്തൂ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ആർ യു ഇൻ ലവ് വിത്ത് ഹിം? It was just one night. നിന്റെ അമ്മയ്ക്ക് അറിയോ ഇത്? No. പാവ ആന്റി ഇതറിഞ്ഞ എത്ര സ്ട്രെസ്ഡ് ആവും. നീ എപ്പോഴാ ആന്റിയോട് പറയുന്നത്? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ആദ്യം കേൾക്കുന്നുണ്ട്. നിന്റെ വെപ്രാളം കണ്ടാ തോന്നും നീയാ പ്രഗ്നന്റ് എന്ന്. ഐ ആം ടെൻസ്ഡ്. സത്യം പറഞ്ഞ എനിക്കിപ്പോ നിന്നോട് ലേശം അസൂയ. ഞാൻ അവന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാ. വാട്ട്? കുറച്ച്. പക്ഷെ അവൻ വീണില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനാവാൻ പോവാന്നുള്ളത്. Ma, I have to tell you something. പറഞ്ഞോ. I'm pregnant. ലെറ്റ്സ് ഗോ ഹോം ആൻഡ് സ്പീക്ക്. ഒരു ചായ കുടിച്ചാലോ? വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ. അനന്ത് എബ്രഹാം ഈസ് എ മ്യൂസിഷ്യൻ. അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദിവസം. നിനക്കതൊക്കെ തമാശയാണോ? അമ്മ, it just happened. ഹൗ കൻ യു ജസ്റ്റ് സേ ദാറ്റ് ദിസ് ജസ്റ്റ് ഹാപ്പൻ? നിനക്കറിയാലോ, സാധാരണ അമ്മമാരെ പോലെ അല്ല ഞാൻ. എനിക്കെല്ലാം മനസ്സിലാവും. ഐ നോ ദാറ്റ് ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ആദി. അമ്മ, ടീ തകൊളി. താങ്ക് യു അന്ന. ആദി, നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണണം. ഞാനൊരു ഡോക്ടറെ കണ്ടു. അവരെനിക്ക് അബോർഷൻ പില്ലും തന്നു. പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് ഈ കുട്ടിയെ വേണം. സോ ആർ യു ഗെറ്റിംഗ് മാരിഡ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും താല്പര്യമില്ല. പിന്നെ എന്തിനു ഞാൻ കല്യാണം കഴിക്കണം? അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത്. പക്ഷെ നീ ജനിച്ചപ്പോ ഞാനും നിന്റെ അച്ഛനും ലീഗലി മാരിഡ് ആയിരുന്നു. ഇപ്പോഴും പേരിനെങ്കിലും അങ്ങനെയാണ്. നിനക്ക് ഈ കുട്ടിയെ വേണമെന്ന് എന്തെത്ര വാശി? ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് എ ചൈൽഡ്. ബട്ട് ദിസ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ എ ലൈഫ് ടൈം. എനിക്കറിയാം അമ്മ. എനിക്കറിയേണ്ടത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാ. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. പാടാൻ പറ്റുന്നില്ല. എന്നാച്ചു മച്ചാ, നീ ആ പ്രശ്നത്തെ ഇതുവരെ വിട്ടുപോയില്ലേ? ഇതൊക്കെ നോർമലാണ്. നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. നിന്റെ അപ്പനെ ഇത്ര വലിയ റബ്ബർ മോലായിട്ടും സമയത്ത് നീ റബ്ബർ മറന്നില്ലേ? അതല്ലേ പണിക്ക് കിട്ടി. നിനക്കൊക്കെ തമാശ. ഐ ആം ഷൂട്ടിംഗ് ബ്രിക്സ് മാൻ. നീ ഒരു കാര്യം ചെയ്യ്, അവളോട് അത് അബോട്ട് ചെയ്ത് കളയാൻ പറയും. അതാണ് പ്രശ്നം. അവളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചിരിക്കുക. അതിനവള് നിന്നെ നിർബന്ധിക്കുന്നുണ്ടാ കല്യാണത്തിന്? മോനെ, അതിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അവള് പ്രഷറൈസ് ചെയ്യില്ല. പക്ഷെ അവളുടെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞു,
അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? വാട്ട് നോൺസെൻസ് യു ഗൈസ് ആർ ടോക്കിംഗ്? നിനക്കെന്തിനാണ് ഇത്ര വലിയ കുറ്റബോധം? നീ അവളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ. യു ബോത്ത് ആർ റെസ്പോൺസിബിൾ. ഹലോ എന്താ ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന്. എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള്. യു നോ വോട്ട്, എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നുക. കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം പോലുള്ളെന്ന് അവക്ക് നല്ല ബോധ്യമുണ്ട്. ഓ കം ഓൺ, ഈ സ്ത്രീശക്തി മൂവ്മെന്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? ഓക്കേ, സ്റ്റോപ്പ് ഓൾ ദിസ്. ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ സോങ്. I need a break. You guys continue.